അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നമ്മെ ശരിയായ പാതയിലേക്ക് നയിച്ചിട്ടുണ്ട്. ഉറക്കം എന്നത് നമുക്ക് അല്ലാഹു തന്ന ഒരു വലിയ നന്മയാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, നിന്റെ രാത്രിയിലും പകലിലുമുള്ള ഉറക്കവും നിന്റെ ജീവിതത്തിൽ അവന്റെ അനുഗ്രഹം തേടലും അവന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അപ്പോൾ ഈ ഉറക്കം എങ്ങനെ വേണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ബറാഅ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാൻ പോകുമ്പോൾ വലതുവശത്ത് കിടന്നു. പിന്നെ ഈ ദുആ പറയുമായിരുന്നു, അല്ലാഹുമ്മ, ഞാൻ എൻ്റെ ആത്മാവിനെ നിനക്ക് സമർപ്പിച്ചു, എൻ്റെ മുഖം നിന്റെ നേർക്ക് തിരിച്ചു, എൻ്റെ കാര്യങ്ങൾ നിന്റെ കൈകളിൽ ഭരമേൽപ്പിച്ചു, നിന്റെ ആഗ്രഹത്തിനും ഭയത്തിനും വേണ്ടി ഞാൻ എൻ്റെ പുറം നിന്റെ പക്കൽ ഭരമേൽപ്പിച്ചു. നിന്നിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു സ്ഥലമോ രക്ഷയോ ഇല്ല. നീ ഇറക്കിയ ഗ്രന്ഥത്തിലും നീ അയച്ച പ്രവാചകനിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ രീതി വലതുവശത്ത് കിടക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും വളരെ ഗുണം ചെയ്യും. ഇത് സുന്നത്ത് മാത്രമല്ല, ശാസ്ത്രീയമായും ഉത്തമമാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തെക്കുറിച്ച് കർശനമായി മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അത് വയറ്റിൽ കിടക്കുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ വയറ്റിൽ കിടക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കിടപ്പാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ വയറ്റിൽ കിടക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കാലിൽ തട്ടി വിളിച്ചു പറഞ്ഞു, ഇത് നരകവാസികളുടെ കിടപ്പാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ മുന്നറിയിപ്പ്? ഒന്നാമതായി, ഇത് അല്ലാഹുവിന് ഇഷ്ടമല്ല. രണ്ടാമത്, ശാസ്ത്രം പറയുന്നു, വയറ്റിൽ കിടക്കുന്നത് കിഡ്നിക്കും ശ്വാസോച്ഛ്വാസ സംവിധാനത്തിനും ദോഷം ചെയ്യും. എന്നാൽ രോഗികൾക്കോ ഉറക്കത്തിൽ അറിയാതെ വയറ്റിൽ കിടന്നു പോയവർക്കോ ഇതിൽ കുറ്റമില്ല. പിന്നെ ശുദ്ധിയും വളരെ പ്രധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വുദു ചെയ്ത് അല്ലാഹുവിനെ ഓർത്തുറങ്ങുന്നവന്റെ ഒരു രാത്രിയിലെ ഏതൊരു നിമിഷവും അവൻ അല്ലാഹുവിനോട് ദുനിയാവിൻ്റെയോ ആഖിറത്തിൻ്റെയോ ഒരു നന്മ ചോദിച്ചാൽ അത് നൽകപ്പെടും. അതുപോലെ ഒറ്റയ്ക്ക് ഉറങ്ങുന്നത് മക്രൂഹാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഒറ്റയ്ക്ക് ഉറങ്ങുന്നതോ യാത്ര ചെയ്യുന്നതോ വിലക്കി. ഇത് പുരുഷനും സ്ത്രീക്കും ബാധകമാണ്. ജനാബത്തിൽ അശുദ്ധാവസ്ഥയിൽ ഉറങ്ങാൻ പോകുമ്പോൾ എന്തു ചെയ്യണം? ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജനാബത്തിൽ ഉറങ്ങാമോ? അവിടത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വുദു ചെയ്താൽ ഉറങ്ങാം, ഗുസ്ൽ ചെയ്താൽ കൂടുതൽ നല്ലത്. എന്നാൽ വുദു പോലും ചെയ്യാൻ